ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ടാൻജൻസ് ആൻഡ് നോർമൻസിൽ തന്നെ കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്യാനുണ്ട്. അതിനുശേഷം അടുത്ത സെക്ഷൻ അപ്രോക്സിമേഷൻസ് നോക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ഓൾ ലൈൻസ് ഹാവിംഗ് സ്ലോപ്പ് 2 which are tangent to the curve y is equal to 1 by x minus 3. ഈ കർവിന് ടാൻജന്റ് ആയിട്ട് വരുന്നതും സ്ലോപ്പ് 2 വരുന്നതുമായ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ഹൂസ് സ്ലോപ്പ് ഇസ് 2. നമ്മൾ കുറെ പ്രോബ്ലം ഇതുപോലെ ചെയ്തതാണ്, അതുപോലെയൊക്കെ തന്നെയാണ് ഇതും. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. നമുക്ക് നോക്കാം എന്താണ് ഡിഫറൻസ് നോക്കാം. ഏത് പ്രോബ്ലം ആണെങ്കിലും ടാൻജന്റ് ആൻഡ് നോർമലിന്റെ പ്രോബ്ലം ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വി ഹാവ് ടു ഫൈൻഡ് dy by dx. സോ ഇതിൽ നിന്ന് dy by dx കാണുക. dy by dx ഈക്വൽ ടു ഇത് 1 by x എന്നുള്ള രൂപമാണ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 by x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1 by x സ്ക്വയർ. അപ്പൊ 1 by x minus 3 യുടെ ഡെറിവേറ്റീവ് -1 by x minus 3 the whole square into x minus 3 യുടെ ഡെറിവേറ്റീവ് 1. സോ ഇതാണ് dy by dx. ഇനി ഈ dy by dx എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ്. ബട്ട് ഇൻ ദ ക്വസ്റ്റ്യൻ യു ആർ ഗിവൺ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഇസ് 2. അപ്പോ given slope is equal to slope of the tangent equal to 2. Hence, equate dy by dx equal to 2. That is, dy by dx കിട്ടിയത് -1 by x minus 3 the whole square equal to 2. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടും പോവുക, ഈ 2 ഇങ്ങോട്ടും വരിക. അപ്പൊ x minus 3 the whole square equal to -1 by 2. See, നമുക്ക് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് തന്നിരിക്കുന്നത് 2 എന്നാണ്. dy by dx വെച്ച് നമ്മൾ ചെയ്തപ്പോൾ സ്ലോപ്പ് ആയിട്ട് വന്നത് -1 by x minus 3 the whole square. ഈ കിട്ടിയത് രണ്ടും സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആയതുകൊണ്ട് അത് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പം x minus 3 the whole square is equal to -1 by 2. See, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്കുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ വാല്യൂ, ഒരു റിയൽ നമ്പർ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരില്ല. when you square a real number the answer will never be negative. അപ്പൊ ഇവിടെ ഒരു റിയൽ നമ്പർ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം നെഗറ്റീവ് ആണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഒരിക്കലും ഉണ്ടാകില്ല. ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. the square of a real number will never be negative. so സ്ലോപ്പ് 2 വരുന്നതായ ഒരു ടാൻജന്റ് ഈ കർവിന് എക്സിസ്റ്റ് ചെയ്യില്ല. ദർ വിൽ നോട്ട് എക്സിസ്റ്റ് എ ടാൻജന്റ് ടു ദിസ് കർവ് ഹൂസ് സ്ലോപ്പ് ഇസ് 2. അതാണ് ഈ പ്രോബ്ലത്തിലുള്ള ചേഞ്ച് എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഇത് എഴുതുമ്പോൾ ഇത്ര എഴുതിയിട്ട് വിച്ച് ഇസ് നോട്ട് പോസിബിൾ, സോ സച്ച് എ ടാൻജന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് ഗിവൺ ബൈ x equal to a sin cube t, y equal to b cos cube t at a point where t equal to pi by 2. നോക്കുക, ഇവിടെ കർവിന്റെ ഇക്വേഷനിൽ മാത്രമാണ് ഒരു പൊതുമയുള്ളത്. ഇവിടെ കർവിന്റെ ഇക്വേഷൻ, നേരത്തേക്ക് കർവിന്റെ ഒറ്റ ഇക്വേഷൻ ആയിരുന്നു തന്നിരുന്നത്. ഇപ്പൊ ഇവിടെ കർവിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത് പാരാമെട്രിക് ഫോമിലാണ്. അതാണ് x ഈക്വൽ ടു y ഈക്വൽ ടു എന്ന് പറഞ്ഞ് രണ്ട് കഷ്ണമായിട്ട് കിടക്കുന്നത്. ദ ഇക്വേഷൻ ഓഫ് ദ കർവ് ഹിയർ ഇസ് ഇൻ ദ പാരാമെട്രിക് ഫോം. ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ പാരാമെട്രിക് ഫോമിലാണെങ്കിലും നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ അറിയാം. ടാൻജന്റിന്റെ പ്രോബ്ലം ആയതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഡെറിവേറ്റീവ് കാണുക എന്നത് തന്നെ. സോ dy by dx കാണാം. dy by dx ഈക്വൽ ടു പാരാമെട്രിക് ഫംഗ്ഷനിൽ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ പാരാമീറ്റർ ഏതാണെന്ന് ആദ്യം നോക്കുക. ഇവിടുത്തെ പാരാമീറ്റർ t ആണ്. അപ്പൊ dy by dx എന്ന് പറയുമ്പോൾ dy by dt ഡിവൈഡഡ് ബൈ dx by dt. dy by dt ഇതല്ലേ y. ഇതിൽ നിന്ന് dy by dt കണ്ടുപിടിച്ചേ. b എന്നുള്ള കോൺസ്റ്റന്റ് ഇവിടെ പുറത്ത് വെക്കുക. കോസ് ക്യൂബ് ടിയുടെ ഡെറിവേറ്റീവ്, കോസ് ക്യൂബ് ടി എന്ന് വെച്ചാൽ കോസ് ടി ദ ഹോൾ ക്യൂബ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് എന്നുള്ള രൂപം ആയതുകൊണ്ട് 3x സ്ക്വയർ, ദാറ്റ് ഇസ് 3 into കോസ് സ്ക്വയർ ടി ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് സങ്കല്പിച്ചാൽ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് കോസ് ടി ആണ്. അപ്പൊ ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് മൈനസ് സൈൻ ടി. നമ്മുടെ ചെയിൻ റൂൾ അവിടെ അപ്ലൈ ചെയ്താണ്. ഇനി dx by dt ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക. എക്സ് ഇതാ ഇവിടെ ഉണ്ട്, എ എന്നുള്ള കോൺസ്റ്റന്റ് പുറത്തിടുക. സൈൻ ക്യൂബ് ടിയുടെ ഡെറിവേറ്റീവ് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുമ്പോൾ 3 into സൈൻ സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. 3യും 3യും പോയി. ഇവിടുത്തെ ഒരു കോസും ഇവിടുത്തെ ഒരു കോസും പോയി. മുകളിലത്തെ ഒരു സൈനും താഴത്തെ ഒരു സൈനും പോയിട്ട് ബാക്കിയുള്ളത് ഒരു നെഗറ്റീവ് ഉണ്ട്, -b by a. ദെൻ ന്യൂമറേറ്ററിൽ കോസ് ടി മാത്രം, ഡിനോമിനേറ്ററിൽ സൈൻ ടി മാത്രം.
കോസ് ടി ബൈ സൈൻ ടി, ഒന്നല്ലെങ്കിൽ കോട്ട് ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കോസ് ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ കോട്ട് ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ യു പുട്ട് ഇറ്റ് ആസ് കോസ് ടി ബൈ സൈൻ ടി ഇറ്റ് സെൽഫ്. എന്താ അങ്ങനെ ഇട്ടോളാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് dy by dx at a particular point കണ്ടുപിടിക്കണം. at a point where t equal to pi by 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ when slope of the tangent നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് വേണമെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പും വേണം, ടാൻജന്റ് വരച്ചിരിക്കുന്ന പോയിന്റും വേണമല്ലോ. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ക്യാൻ ബി റിട്ടൺ ആസ് y മൈനസ് y നോട്ട് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് എഫ് ഡാഷ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്നുള്ള രൂപത്തിൽ എഴുതുന്നത്. അപ്പൊ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും വേണം, കൂടെ ടാൻജന്റിന്റെ സ്ലോപ്പും വേണം. നമുക്ക് dy by dx കിട്ടിയത് വെച്ചാൽ അത് ജനറൽ ആയിട്ടുള്ള സ്ലോപ്പാണ്. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ മാത്രം സ്ലോപ്പ് മതി. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുമ്പോൾ t ഈക്വൽ ടു പൈ ബൈ 2 വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് മാത്രം മതി. അപ്പൊ അത് പ്രത്യേകം കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് വെയർ t ഈസ് ഈക്വൽ ടു പൈ ബൈ 2. ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് വെച്ചാൽ dy by dx ആണ്. അറ്റ് t ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇതല്ലേ dy by dx, അതിലെ ടിയുടെ സ്ഥാനത്ത് പൈ ബൈ 2 ഇട്ട് കൊടുക്കുക. അപ്പോ എന്ത് വരും? മൈനസ് ബി ബൈ എ ഇൻറ്റു കോസ് പൈ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ പൈ ബൈ 2. ആൻഡ് ദാറ്റ് ഇസ് മൈനസ് ബി ബൈ എ കോസ് പൈ ബൈ 2 ഇസ് 0. Sin pi by 2 is 1. 0 by 1 that is 0. 0 by 1 that is 0. So your answer is 0. സ്ലോപ്പ് ആയിട്ട് നമുക്ക് കിട്ടിയത് 0 ആണ്. ഇനി സ്ലോപ്പ് മാത്രം പോരാ, പോയിന്റ് ഓഫ് കോണ്ടാക്ട് ടാൻജന്റ് വരച്ചിരിക്കുന്ന പോയിന്റും കൂടി വേണം. അതിന് x ഈക്വൽ ടു y ഈക്വൽ ടു തന്നിട്ടുണ്ട്. കൂടാതെ ദ റിക്വയർഡ് പോയിന്റ് ഇസ് വെൻ t ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഇപ്പൊ t പൈ ബൈ 2 ആവുമ്പോൾ x കോർഡിനേറ്റും y കോർഡിനേറ്റും എന്താണെന്ന് ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. വെൻ t ഇസ് ഈക്വൽ ടു പൈ ബൈ 2 എക്സ് എന്ത് വരും? എക്സ് ഈക്വൽ ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഇൻറ്റു സൈൻ ക്യൂബ് പൈ ബൈ 2. സൈൻ പൈ ബൈ 2 1 ആണ്. അപ്പൊ സൈൻ ക്യൂബ് പൈ ബൈ 2 1 ഇൻറ്റു എ. ദെൻ വൈ ഇസ് ഈക്വൽ ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി ഇൻറ്റു കോസ് ക്യൂബ് പൈ ബൈ 2. കോസ് പൈ ബൈ 2 0 ആണ്. അപ്പൊ ബി ഇൻറ്റു 0 ദാറ്റ് ഇസ് 0. സോ ദ റിക്വയർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വയർഡ് ടിക്ക് പൈ ബൈ 2 ആയപ്പോൾ നമ്മൾ എക്സും കണ്ടു വൈയും കണ്ടു. The required point is ഏതാ? എക്സിന്റെ വാല്യൂ എ, വൈയുടെ വാല്യൂ 0. അപ്പോൾ ഈ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് ആണ് ടാൻജന്റ് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പോയിന്റും ഉണ്ട്, സ്ലോപ്പും ഉണ്ട്. സ്ലോപ്പ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്ലോപ്പ് ഇസ് 0. Therefore, equation of the tangent is y minus y naught that is 0 equal to സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 0 into x minus a. ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്. സോ 0 into എന്ത് ചെയ്താലും 0 ആയതുകൊണ്ട് your equation is y is equal to 0. This will be the equation of the required tangent. Okay. അടുത്ത ചോദ്യം. Find the equation of the normal at the point am square am cube for the curve ay square equal to x cube. നേരത്തെ നമ്മൾ ചെയ്തതൊക്കെ ടാൻജന്റിന്റെ ഇക്വേഷൻ കാണാനായിരുന്നുവെങ്കിൽ ഇത് നോർമലിന്റെ ഇക്വേഷൻ കാണാനാണ്. ഇനി ചെയ്യുന്ന ഇക്വേഷൻ അതുപോലെ തന്നെയാണ്. y മൈനസ് y നോട്ട് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് നോട്ട് എന്ന് എഴുതിയതിന് പകരം -1 ബൈ എഫ് ഡാഷ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. സോ ഞാൻ ആ ഫോമുല ഒന്ന് ആദ്യം ഇവിടെ എഴുതി വെച്ചിരിക്കാം. ആദ്യത്തെ നോർമലിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഫോമുല ഇവിടെ എഴുതാം. ഫോമുല മീൻസ് ഇക്വേഷൻ ഓഫ് ദ നോർമൽ ഇവിടെ എഴുതാം. ഇക്വേഷൻ ഓഫ് ദ നോർമൽ ഇസ് ഗിവൺ ബൈ y minus y naught is equal to -1 by f dash x naught into x minus x naught. ഇതില് എഫ് ഡാഷ് എക്സ് നോട്ട് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. dy by dx സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ് എഫ് ഡാഷ് എക്സ് നോട്ട്. എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പാണ് എഫ് ഡാഷ് എക്സ് നോട്ട്. ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പോ നോർമലിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻജന്റിന്റെ ഈ സ്ലോപ്പിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ്. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ നമ്മൾ ഇക്വേഷൻ എഴുതിയത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി പഴയ പോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാണണം? ടാൻജന്റിന്റെ പ്രോബ്ലം ആണെങ്കിലും കൊള്ളാം, നോർമലിന്റെ പ്രോബ്ലം ആണെങ്കിലും കൊള്ളാം. ആദ്യം നമുക്ക് dy by dx കണ്ടുപിടിച്ച് വെക്കാം. അപ്പൊ dy by dx കണ്ടുപിടിക്കാൻ തന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതുക. തന്ന ഇക്വേഷൻ ഓഫ് ദ കർവ് ay സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ്. ഡിഫറൻഷിയേറ്റിംഗ്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ a ഇൻറ്റു വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y. സി വി ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ 2y എന്ന് മാത്രം പോരാ, 2y ഇൻറ്റു dy by dx ഈക്വൽ ടു
എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. ഇതിൽ നിന്ന് dy by dx കാണാം. സോ dy by dx is equal to 3x square divided by 2ay. ഓക്കെ, dy by dx കിട്ടി. ഇനി ഇത് ജനറൽ ആയിട്ടുള്ള സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ്. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ടാൻജന്റ് സ്ലോപ്പ് കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന dy by dxൽ എക്സിന്റെ സ്ഥാനത്ത് am സ്ക്വയർ എന്ന് കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് ഇവിടുത്തെ y കോർഡിനേറ്റ് ആയ am ക്യൂബ് എന്നും കൊടുക്കുക. സോ ദിസ് ബിക്കംസ് dy by dx is equal to dy by dx is 3 into x square. എക്സ് സ്ക്വയറിന് പകരം am സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, എക്സിന് പകരമാണ് am സ്ക്വയർ എന്നിട്ടത്, ബൈ 2a into y എന്നാണ് dy by dx കിട്ടിയത്. 2a into y, ആ yക്ക് പകരം ഇവിടുത്തെ y കോർഡിനേറ്റ് ആയ am ക്യൂബ് ഇട്ടു. ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ 3 into ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ a സ്ക്വയർ into m raised to 4 divided by 2a സ്ക്വയർ into m ക്യൂബ്. a സ്ക്വയർ ക്യാൻസൽ ആയി പോയി. എം ക്യൂബും എം റേസ് ടു 4ഉം വെട്ടിപ്പോയിട്ട് ബാക്കി മുകളിൽ ഒരു എം വരും. സോ dy by dx is 3m by 2. Okay, this is actually the slope of the tangent. We need actually the slope of the normal. Therefore, slope of the normal equal to minus 1 by slope of the tangent. That is minus 1 by slope of the tangent ആയിട്ട് കിട്ടിയത് ഇതാണ് 3m by 2. ഇത് റെസിപ്രോക്കൽ ആണ്. എടുത്തു വരുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ minus 2 by 3m എന്ന് വന്നു. ഇതാണ് സ്ലോപ്പ് ഓഫ് ദ നോർമൽ. Therefore, equation of the normal. What will be the equation of the normal? നമ്മുടെ പോയിന്റ് ഇവിടെ ഉണ്ട്. ഏതായിരുന്നു പോയിന്റ്? ഇതാണ് നിങ്ങളുടെ പോയിന്റ്. ഇത് നോർമൽ വരയ്ക്കുന്ന പോയിന്റ്, ഇത് നോർമലിന്റെ സ്ലോപ്പ്. സോ ഇക്വേഷൻ ഓഫ് ദ നോർമൽ ഇസ് y minus y naught. Y naught means am cube equal to slope. Slope ആയിട്ട് കിട്ടിയത് minus 2 by 3m into x minus x naught. x minus x naught. x naught എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റിന്റെ x കോർഡിനേറ്റ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് am സ്ക്വയർ ആണ്. സോ x minus am സ്ക്വയർ. ഓക്കെ, now you just cross multiply and simplify. Cross multiply ചെയ്യുമ്പോൾ 3m into y minus 3a m cube into m will become m raised to 4. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ minus 2x plus 2a m square. And എല്ലാ ടേംസും ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുമ്പോൾ minus 2x will become plus 2x. Then y term plus 3my. Then ഇതിങ്ങ് പോരുമ്പോൾ minus 2am square എന്ന് വരും. കോമൺ ആയിട്ടുള്ള minus am square വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. മൈനസ് am സ്ക്വയർ പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി വരുന്നത് ഒരു 3 ഉണ്ട്, പിന്നെ ഒരു m സ്ക്വയർ ഉണ്ട്. ഇതിങ്ങോട്ട് പോകുന്ന മൈനസ് പോയി കഴിയുമ്പോൾ ബാക്കി പ്ലസ് am സ്ക്വയർ പോയാൽ പ്ലസ് 2 വരും, ഈക്വൽ ടു 0. സോ ദിസ് വിൽ ബി ദ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ നോർമൽ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ നോർമൽസ് ടു ദ കർവ് y is equal to x cube plus 2x plus 6 which are parallel to the line x plus 14y plus 4 equal to 0. നോക്കാം, നോർമലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് കണ്ടുപിടിക്കേണ്ട നോർമലും ഈ ലൈനും പാരലൽ ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. നോർമലും ഈ ലൈനും പാരലൽ ആയതുകൊണ്ട് ആ രണ്ടിന്റെയും സ്ലോപ്പുകൾ സെയിം ആയിരിക്കും. രണ്ടിന്റെ എന്ന് പറഞ്ഞാൽ നോർമലിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് that will be same as slope of this line. Now, as usual, we can find dy by dx. What is dy by dx actually? Dy by dx is the slope of the tangent. Slope of the tangent dy by dx equal to നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കർവിന്റെ ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പൊ 3x square plus 2 into x, 2 into 1. That is 3x square plus 2. Hence, slope of the normal. Tangentന്റെ സ്ലോപ്പിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും നോർമലിന്റെ സ്ലോപ്പ്, because tangent and normal are perpendicular to each other. Slope of the normal is equal to minus 1 by 3x square plus 2. Now, you are given that the normal is parallel to this line. So first we can find slope of this line. What will be the slope of this line? Slope of the line x plus 14y plus 4 is equal to 0.
നേരത്തെ നമ്മൾ ഒരു പ്രോബ്ലത്തിൽ കണ്ടതാണ്. ഇഫ് ദ ലൈൻ ഇസ് ഇൻ ദ ജനറൽ ഫോം, ദാറ്റ് ഇസ് ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിലാണ് ഒരു ലൈൻ എങ്കിൽ ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -a/b, ദാറ്റ് ഇസ് മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x ബൈ കോഎഫിഷ്യന്റ് ഓഫ് y. ഇതായിരുന്നു ഫോർമുല. -a/b എന്ന് എഴുതാം, അല്ലെങ്കിൽ മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x ബൈ കോഎഫിഷ്യന്റ് ഓഫ് y, ആൻഡ് ദാറ്റ് ഇസ് മൈനസ് ഹിയർ കോഎഫിഷ്യന്റ് ഓഫ് x is 1, കോഎഫിഷ്യന്റ് ഓഫ് y is 14. So it is -1/14. ഇത് ലൈനിന്റെ സ്ലോപ്പ് ആണ്. ഈ ലൈനും നോർമലും പാരലൽ ആണ്, അതുകൊണ്ട് അവയുടെ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. So since the normal is parallel to the line, since the normal is parallel to the line, to the given line, their slopes are equal. Their slopes are equal, and so എന്താണ് -1/3x² + 2, അതാണ് നോർമലിന്റെ സ്ലോപ്പ് നമുക്ക് dy/dx ഉപയോഗിച്ച് കിട്ടിയത്, ഈക്വൽ ടു -1/14, വിച്ച് ഇംപ്ലൈസ് 3x² + 2 ഈക്വൽ ടു 14. ഇതങ്ങ് പോകുമ്പോൾ 3x² is equal to 12, or x² is equal to 12/3, that is 4, which implies x is equal to ±2. നമുക്ക് വേണ്ടത് ഇക്വേഷൻ ഓഫ് ദ നോർമൽ ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് മാത്രം കിട്ടിയാൽ പോയിന്റ് ആകില്ല. എക്സ് കോർഡിനേറ്റ് കൊണ്ടുപോയി കർവിന്റെ ഇക്വേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂസ് കിട്ടും. അങ്ങനെ പോയിന്റ് എഴുതാം. പോയിന്റും കിട്ടി. സ്ലോപ്പ് ഓഫ് ദ നോർമൽ, ഇനി -1/3x² + 2 എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കാര്യം നോർമലിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ലൈനിന്റെ സ്ലോപ്പാണ്. ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/14 ആണ്. അപ്പൊ നമുക്ക് വേണ്ട നോർമലിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇനി -1/14 എന്ന് എഴുതിയാൽ മതി. അപ്പൊ ആകെ വേണ്ടത് ഏത് പോയിന്റിലാണോ നോർമൽ വരച്ചിരിക്കുന്നത് അത് മാത്രം കിട്ടിയാൽ മതി. അപ്പൊ എക്സ് കിട്ടി, അതനുസരിച്ചുള്ള y വാല്യൂ കൂടെ കണ്ടാൽ മതി. അപ്പൊ y വാല്യൂ കണ്ടുപിടിക്കാൻ കർവിന്റെ ഇക്വേഷനിൽ ഈ എക്സിന്റെ വാല്യൂസ് ഓരോന്നായിട്ട് കൊടുക്കുക. So when x is equal to 2, when x is equal to +2 ഉണ്ട്, -2 ഉണ്ട്, x equal to 2, y is equal to നിങ്ങളുടെ കർവിന്റെ ഇക്വേഷൻ തന്നിരുന്നത് y equal to x³ + 2x + 6 എന്നാണ്. So y is equal to x³ plus 2x plus 6. Yes, 2x plus 6 becomes y is equal to 2³ plus 2 into 2 plus 6. 2³ is 8, 8 plus 4, 12, 12 plus 6, 18. So, ഒരു പോയിന്റ് വന്നത് 218. ഇനി, when x is equal to -2, y is equal to, ഇവിടെ substitute ചെയ്യുക, അപ്പൊ -2 the whole cube plus 2 into -2 plus 6. -2 the whole cube is -8, -8 minus 4 is -12, -12 plus 6 is -6. So, the next point is -2, -6. ഇപ്പൊ 2 പോയിന്റ്സ് കിട്ടിയുകൊണ്ട് നമുക്ക് 2 നോർമൽസിന്റെ ഇക്വേഷൻസ് വേണ്ടി വരും. Therefore, equation of the normal at first point, which was the first point, 218, and slope നമ്മൾ പറഞ്ഞല്ലോ -1/14, അതായത് നിങ്ങളുടെ തന്നിരുന്ന ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചത് -1/14 എന്നാണ്. So, equation of the normal at 218 and slope -1/14 is y minus y0, that is 18, equal to slope is -1/14 into x minus 2. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ that becomes 14y minus 18 into 14, whatever it is, ചെയ്ത് നോക്കുക. Then that is equal to -6 plus 2. Then ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഈ ടേംസ് അല്ലേ ഇപ്പുറത്തേക്ക് ഉള്ളത്, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ആദ്യത്തെ നോർമൽ വന്നത് x plus 14y minus 254 equal to 0യും, രണ്ടാമത്തെ പോയിന്റിലുള്ള നോർമല് അതുപോലെ തന്നെ ചെയ്തു വരുന്ന സിംപ്ലിഫൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പോയിന്റിലുള്ള നോർമല് x plus 14y plus 86 is equal to 0. ഇനി ഒരു പ്രോബ്ലം കൂടിയാണ് ഈ സെക്ഷനിൽ നമുക്കിനി ചെയ്യാൻ ബാക്കിയുള്ളത് കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് ഹോംവർക്ക് തരാം. സോ ദ നെക്സ്റ്റ് പ്രോബ്ലം ഇസ്, അടുത്തത്, പ്രൂവ് ദാറ്റ് ദ കർവ്സ് x equal to y² and xy equal to k cut at right angles if 8k² equal to 1. ഇതാണ് ചോദ്യം. അപ്പോൾ നേരത്തെ ചെയ്തതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പോയിന്റ് കണ്ടുപിടിക്കാനുമല്ല, ടാൻജന്റിന്റെ നോർമലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുമല്ല, പിന്നെ ഈ രണ്ട് കർവ്സും
പരസ്പരം റൈറ്റ് ആംഗിൾസിൽ കട്ട് ചെയ്യുന്നു, റൈറ്റ് ആംഗിൾസിൽ ഇന്റർസെക്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇന്റർസെക്ട് ചെയ്യുന്നു കാണിക്കേണ്ട, ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ ദ കണ്ടീഷൻ ഇസ് 8k² = 1 എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, ഇത് പരസ്പരം റൈറ്റ് ആംഗിൾസിൽ കട്ട് ചെയ്യുമ്പോൾ വിൽ ഹാവ് ദ കണ്ടീഷൻ 8k² = 1 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനിതാ ഇവിടെ അതിന്റെ കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്, ഡെഫിനേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ട് കേർവ്സ് റൈറ്റ് ആംഗിൾസിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ രണ്ട് കേർവ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ രണ്ട് കേർവുകൾക്കും നിങ്ങൾ ഓരോ ടാൻജന്റ് വരയ്ക്കുക. ആ വരയ്ക്കുന്ന ടാൻജന്റ്, അതായത് ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ വരയ്ക്കുന്ന ടാൻജൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ വി വിൽ കൺക്ലൂഡ് ദാറ്റ് ദ കർവ്സ് ആർ ഓൾസോ പെർപെൻഡിക്കുലർ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ടു കർവ്സ് ആർ സെറ്റ് ടു കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് if the tangents to the curves at their point of intersection are perpendicular to each other. നോക്കുക, ഞാൻ റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. ഇതൊരു കേർവ്, ഇത് മറ്റൊരു കേർവ്. അപ്പൊ ഇവരുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഞാനിവിടെ ഇൻറ്റു ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് കേർവ്സ് റൈറ്റ് ആംഗിളിലാണ്. യു വാണ്ട് ടു സേ ദാറ്റ് ദീസ് കേർവ്സ് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഈ കേർവ്സ് റൈറ്റ് ആംഗിളിലാകണമെങ്കിൽ ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം ഇവയുടെ ഈ രണ്ട് കേർവുകളുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ഓരോ കേർവിനും നിങ്ങൾ ഓരോ ടാൻജന്റ് വരയ്ക്കുക. ഈ കേർവിന് ഈ പോയിന്റിൽ വരച്ച ടാൻജന്റ് ഇതിങ്ങനെ ഇരിക്കും. This is the tangent at the point of intersection to this curve. ഈ vertical ആയിട്ട് കിടക്കുന്ന ഈ കർവിന്റെ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നമ്മൾ വരച്ച ടാൻജന്റ് ആണ് ഇത്, T1 എന്ന് എഴുതിയാൽ. ഇനി ഈ കർവിന് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ഒരു ടാൻജന്റ് വരച്ചാൽ ഇത് എങ്ങനെ വരും? അത് ഞാൻ T2 എന്ന് എടുത്തു. See, what can you say about the T1 and the tangents T1 and T2? These two tangents are perpendicular to each other. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? രണ്ട് കർവ്, ഇതാണ് C1 ആദ്യത്തെ കർവ്, ഇത് C2 രണ്ടാമത്തെ കർവ്. രണ്ട് കർവുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്തു. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഞാൻ P എന്ന് വിളിച്ചു. ഇനി ഈ P എന്നുള്ള പോയിന്റിൽ C1 എന്നുള്ള കർവിനും ഒരു ടാൻജന്റ് വരച്ചു, C2 എന്നുള്ള കർവിനും ഒരു ടാൻജന്റ് വരച്ചു. ഈ രണ്ട് ടാൻജന്റുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ വി വിൽ കൺക്ലൂഡ് ദാറ്റ് ദ കർവ് C1 and C2 ആർ ഓൾസോ perpendicular, അല്ലെങ്കിൽ they are set to cut at right angles, അല്ലെങ്കിൽ we can say C1 and C2 are at right angles എന്ന് പറയാം. അപ്പോ രണ്ട് കർവ്സ് റൈറ്റ് ആംഗിൾ ആകാനുള്ള ഡെഫിനിഷൻ കണ്ടല്ലോ. രണ്ട് കർവ്സ് റൈറ്റ് ആംഗിൾ ആകണമെങ്കിൽ ആ കർവ്സിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ വരയ്ക്കുന്ന ടാൻജന്റുകളും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദ കർവ്സ് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഓക്കെ, ഇനി നോക്കാം. അപ്പൊ നമുക്ക് രണ്ട് കർവ്സ് ഉണ്ട്, x=y² പിന്നെ xy=k. അപ്പൊ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് ഇവിടെ പ്രസക്തി. ആ രണ്ട് കർവുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് വേണം ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലുള്ള ടാൻജൻസിന്റെ സ്ലോപ്സ് കണ്ടുപിടിക്കാൻ. എന്നിട്ട് അത് പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാൻ ആ സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് -1 ആണെന്ന് മാത്രം കാണിച്ചാൽ മതി. അപ്പോ x=y² xy=k ഇക്വേഷൻ 1 ഇക്വേഷൻ 2 പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 1 and 2. ഇതിന് രണ്ടിന്റെയും കൂടി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. രണ്ട് കർവ്സിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ കർവുകളുടെ ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്താൽ മതി. ഒന്നാമത്തെ ഇക്വേഷൻ x=y² എന്നുണ്ട്. ആ x വാല്യൂ കൊണ്ടുപോയി രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന് പകരം കൊടുക്കുക. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് x ഫ്രം ഇക്വേഷൻ 1 in equation 2 we have എക്സിന്റെ വാല്യൂ ഇവിടെ കൊണ്ടേ കൊടുക്കുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ y² ആണ്. അപ്പൊ y² into y, y² into y = k. That is y³ = k or y is equal to k raised to 1/3. y is equal to k raised to 1/3. y വാല്യൂ കിട്ടി. ഇനി x വാല്യൂ കിട്ടാൻ ഈ y കൊണ്ടുപോയി ഇക്വേഷൻ 1ലോ 2ലോ കൊടുക്കാം. എളുപ്പം 1ൽ കൊടുക്കുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് y in equation 1, x is equal to y², that is k raised to 1/3 the whole square. y ക്ക് പകരമാണ് k raised to 1/3. a raised to m the whole raised to n, a raised to m into n. So this becomes k raised to 1/3 into 2, that is 2/3. Therefore, the point of intersection is x value k raised to 2/3 y value k raised to 1/3. Point of intersection നമുക്ക് കിട്ടി. ഇനി വേണ്ടത്
ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ഈ ഓരോ കർവിനും വരയ്ക്കുന്ന ടാൻജൻസിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. സോ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് 1 അറ്റ് ദ പോയിന്റ് ഇത് കണ്ടുപിടിക്കണം. അപ്പോ ആദ്യത്തെ കർവ് എടുക്കാം. x ഈക്വൽ ടു വൈ സ്ക്വയർ. x ഈക്വൽ ടു വൈ സ്ക്വയർ എടുക്കുമ്പോൾ the first curve is x is equal to y square and x equal to y square ആകുമ്പോൾ ആദ്യം സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് വേണമെങ്കിൽ എന്ത് വേണം? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് വേണമെങ്കിൽ dy by dx വേണം. സോ ഡിഫറൻഷിയേറ്റിംഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y dy by dx. ഇതിൽ നിന്ന് dy by dx is equal to 1 by 2y. ഇത് ഈ കർവിൽ ഏത് പോയിന്റിൽ ടാൻജന്റ് വരച്ചാലും ആ ടാൻജന്റിന്റെ ഒക്കെ സ്ലോപ്പിനെ കാണിക്കുന്നതാണ്. നമുക്ക് വേണ്ടത് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയിട്ട് കിട്ടിയ വാല്യൂ ഇതാണ്. ഞാൻ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ എടുത്ത ഇതാണ്. k⁻2/3 k⁻1/3. ഇനി ഈ പോയിന്റിലുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് കാണാൻ ഈ dy by dx വൈയുടെ സ്ഥാനത്ത് k⁻1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈക്വൽ ടു 1/2 ഇൻറ്റു dy by dx ആണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. ഈ പോയിന്റിൽ വേണമെങ്കിൽ വൈയുടെ സ്ഥാനത്ത് ആ വൈ വാല്യൂ ഉണ്ട് കൊടുക്കുക. വൈ വാല്യൂ k⁻1/3 ആണ്. സോ സ്ലോപ്പ് ഇസ് 1/2 k⁻1/3 കിടക്കട്ടെ അവിടെ. ഇനി ഫ്രം സെക്കൻഡ് ഇക്വേഷൻ സെക്കൻഡ് കർവ് ആയിട്ട് തന്നത് x ഇൻറ്റു വൈ ഈക്വൽ ടു k. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy by dx പ്ലസ് y ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഈക്വൽ ടു k ബീങ് എ കോൺസ്റ്റന്റ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഇസ് 0. ഇതിൽ നിന്ന് dy by dx കാണാം. dy by dx വിൽ ബി ഈ ടേം ഇങ്ങോട്ട് പോരുമ്പോൾ -y ആയി. ഈ എക്സ് ഇപ്പുറത്തേക്ക് പോരുമ്പോൾ -y/x. ആദ്യം ഈ ടേം കൊണ്ടുപോവുക, പിന്നെ ഇപ്പുറത്ത് dy by dx ന്റെ കൂടെയുള്ള എക്സും കൂടി കൊണ്ടുപോയി. ഇനി നമുക്ക് ഇത് ഈ കിട്ടിയിരിക്കുന്ന dy by dx എന്ന് വെച്ചാൽ ഈ കർവിൽ ഏത് പോയിന്റിൽ ടാൻജന്റ് വരച്ചാലും ആ ഓരോ ടാൻജന്റിന്റെയും സ്ലോപ്പിനെ കാണിക്കുന്നതാണ് ഈ എക്സ്പ്രഷൻ. നമുക്ക് വേണ്ടത് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് ദ പെർട്ടിക്കുലർ പോയിന്റ് വിച്ച് ഇസ് ദ പെർട്ടിക്കുലർ പോയിന്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. So slope of the tangent at the point of intersection which is given as k⁻2/3 k⁻1/3 is ഈ dy by dx എക്സ് ഉണ്ട്. ഇവിടെ കഴിഞ്ഞതിൽ y മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വൈക്ക് പകരം ഈ പോയിന്റിന്റെ y കോർഡിനേറ്റ് കൊടുത്തു. ഇപ്പൊ കിട്ടിയ dy by dx എക്സ് വാല്യൂ എഴുതണം, y വാല്യൂ എഴുതണം. അപ്പൊ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -yയുടെ സ്ഥാനത്ത് k⁻1/3 ബൈ എക്സിന്റെ സ്ഥാനത്ത് k⁻2/3. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ a⁻m/a⁻n എന്നുള്ള രൂപം. a⁻m/a⁻n ആണെങ്കിൽ നമുക്കതിനെ a⁻m-n എന്ന് എഴുതാം. അപ്പൊ k⁻1/3 -2/3 വിച്ച് ഇസ് -1/3. ലോ ഓഫ് എക്സ്പോണൻസ് ആണ് കേട്ടോ. a⁻m/a⁻n ആണെങ്കിൽ a⁻m-n. എമ്മിന്റെ സ്ഥാനത്ത് 1/3, എന്നിന്റെ സ്ഥാനത്ത് 2/3. അപ്പൊ k⁻1/3 -2/3 ദാറ്റ് ഇസ് -1/3. ഇനി ഈ നെഗറ്റീവ് പവർ ഒഴിവാക്കാൻ, ഈ മൈനസ് അവിടെ തന്നെ കിടക്കും. ഈ നെഗറ്റീവ് പവർ ഒഴിവാക്കാൻ നമുക്കതൊന്ന് റെസിപ്രോക്കൽ ആക്കി എഴുതാം. സോ ദിസ് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ സെക്കൻഡ് കർവ്. ഇനി ഇഫ് ദ കർവ്സ് cut at right angles, what is the condition? If the curves cut at right angles means the tangents will be perpendicular to each other. Tangents are, ഇവിടുത്തെ tangents point of intersection കേട്ടോ. Tangents are perpendicular to each other. So the product of their slopes, PDT, product of their slopes equal to -1. That is, ആദ്യത്തെ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിട്ട് നമുക്ക് കിട്ടിയത് ഇതാണ് 1/2 into k⁻1/3 1/2 into k⁻1/3 into രണ്ടാമത്തെ ടാൻജന്റിന്റെ സ്ലോപ്പ് -1/k⁻1/3 ഈക്വൽ ടു -1. ഈ മൈനസും ഈ മൈനസും വെട്ടിപ്പോയി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 into a⁻m into a⁻n, a⁻m plus n. So k⁻1/3 plus 1/3 that is 2/3 equal to 1. ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 is equal to 2 into k⁻2/3. നമുക്ക് കർവ്സ് കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് ആണെങ്കിലുള്ള കണ്ടീഷൻ ഇങ്ങനെയാണ് കിട്ടിയത്. ബട്ട് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന കണ്ടീഷൻ വി ഹാവ് ടു ഷോ ദാറ്റ് ദ കർവ്സ് കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് ഓൺലി ഇഫ് 8k² is equal to
1. അപ്പൊ 8k² = 1 എന്നുള്ള രൂപത്തിലേക്ക് കണ്ടീഷൻ കൊണ്ടുവരണം. അതിന് 8k² എന്ന് വരണം. 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബ്, ദെൻ 8k² എന്ന് പറയുമ്പോൾ 1/3 എന്നുള്ളത് പോകണം. അപ്പൊ ഇത് 2 ക്യൂബ് ആണ് 8 വരുന്നത്. ഇതും ക്യൂബ് ചെയ്താണെങ്കിൽ 1/3 എന്നുള്ളത് പോയിട്ട് k² വരും. സോ നമുക്ക് വേണ്ട കണ്ടീഷനിലേക്ക് എത്താൻ യു ജസ്റ്റ് ക്യൂബ് ബോത്ത് സൈഡ്സ്. ക്യൂബിങ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും ഒന്ന് ക്യൂബ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കണ്ടീഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ്. അപ്പൊ 1 cube is equal to 1 cube equal to 2 cube into k raised to 2/3 the whole cube, and that is 1 is equal to 2 cube is 8, a raised to m the whole raised to n, a raised to m into n. അപ്പൊ 3 യും 3 യും പോയിട്ട് 8k², which is our required condition. So see, you have to just remember the point. Two curves will cut at right angles only if the tangents at their points of intersection are also perpendicular to each other. അപ്പോൾ കർവ്സ് റൈറ്റ് ആംഗിളിലാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ രണ്ട് ടാൻജൻസും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനുള്ള രണ്ട് ടാൻജൻസും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അവയുടെ സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 8k² = 1 എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടാൻജൻസ് ആൻഡ് നോർമൽസിലെ പ്രോബ്ലംസ് ഒക്കെ ഓവറായി. ഇനി നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഹോംവർക്ക് ഉണ്ട്, അത് ഞാൻ ഇതിന്റെ കൂടെ തന്നേക്കാം.